നാട്ടിലുണ്ടായിരുന്ന സമയത്ത് മോനെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന സമയത്തും ഞാനല്ല അന്ന് മോനെ ചേർത്തിരുന്ന ഹസ്ബൻഡായിരുന്നു. പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് തന്നെ പോയി അഡ്മിഷൻ്റെ കാര്യം സംസാരിച്ച സമയത്ത് എനിക്ക് ഓൾറെഡി ഞാൻ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് മോനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാം ആ ഒരു ഡിസിഷൻ തന്നെ എടുത്തത്. ആ സമയത്തൊരു നല്ലൊരു അപ്രോച്ച് പോലും അല്ല എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ട് പിന്നെയാണ് മഹദറിനെ വെച്ചാൽ ഞങ്ങളാരും ഇങ്ങനെ പഠിച്ചിട്ടില്ല അവിടെ മഹദറിൽ. അപ്പോൾ നമ്മളിപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പം കാണുന്ന ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നു മഹദറിനെ കുറിച്ചിട്ട്. പക്ഷെ അവിടെ വന്ന് മോനെ അത് ചേർത്ത സമയത്തായാലും മെസ്സിനോടായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്താ പറയുക, ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് എനിക്ക് മനസ്സിൽ അന്നൊക്കെ ഞാൻ വോയിസ് അയക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കാരണം എനിക്ക് കംഫർട്ടായിരിക്കും ഇനി മറ്റൊരു സ്ഥലം നോക്കണ്ട എന്നൊരിതിൽ മിസ്സിൻ്റെ അടുത്തുള്ള നമ്മൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ 1 മിനിറ്റ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചായാലും മനസ്സിലാക്കാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ആയിരിക്കും അവരുടെ ക്യാരക്ടർ എന്ന്. പക്ഷെ വേറെ ഇനി എന്ത് വന്നാലും വേറെ ഒരു സ്ഥലം ഞാൻ നോക്കുന്നില്ല എന്നൊരു ഡിസിഷൻ ഞാൻ മിസ്സിൻ്റെ സംസാരിച്ച സമയത്തും എന്തായാലും ഓഫീസായാലും എല്ലാം കറക്റ്റായിട്ട് തന്നെ എനിക്ക് ആരോടും എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട്. പക്ഷെ നമ്മളൊക്കെ ഓരോ സിറ്റുവേഷനിലായിരിക്കുമല്ലോ നമ്മുടെ കുഞ്ഞിനെ വിട്ടിട്ട് ആരും ഒരു കുട്ടിയെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം കാരണമായിരിക്കുമല്ലോ ആ ഒരു ഇത് വരുന്നത്. പക്ഷെ അതുപോലും മനസ്സിലാക്കിയതാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അവർക്ക് എപ്പോഴും ഒരു ബിസിനസ് മൈൻഡ്, അവർക്ക് ഒരു കാര്യത്തിനും എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത വിധം പോലെയാണ് സംസാരിച്ചത്. ഒരിക്കലും ഒരു പാരൻറ്റും അത് അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ വേണ്ടി മാത്രം ചിലപ്പം കൊണ്ടുപോയിട്ട് അവളെ തള്ളി വിട്ടുകൊണ്ട് ഒരു കാര്യമില്ല. കുട്ടിക്ക് കിട്ടേണ്ട എന്തുകൊണ്ടോ അത്, കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടറും ഒക്കെ വളരുന്ന സമയമാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ആക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുമ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എനിക്ക് തോന്നില്ല എപ്പോഴായാലും നല്ലപോലെ ആയിട്ട്. ഞാനന്ന് മിസ്സിൻ്റെ അടുത്ത് വന്നപ്പം തന്നെ ഓരോ കുട്ടികളും മിസ്സിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് തോന്നി അത്രയും അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ആ കുട്ടികളൊക്കെ വന്ന്. കാരണം എത്രയോ ഞങ്ങൾ 4-5 മാസം ലേറ്റ് ആയിട്ടുണ്ടല്ലോ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആയിട്ടുണ്ടാവുമല്ലോ ഞാൻ ഓർത്ത്. പക്ഷേ എൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. കണ്ടപ്പോൾ ഇനി മറ്റൊന്നും എനിക്ക് ചിന്തിക്കേണ്ടെന്നില്ല. പക്ഷേ അതിനകത്തുനിന്ന് ഒരു 0.1% പോലും എനിക്ക് തെറ്റിയിട്ടില്ല. അത്രയും നല്ല ഇതിലായിട്ട്. കാരണം എൻ്റെ മോന് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. ഞാനില്ലാതെ തന്നെ എല്ലാത്തിലും പെർഫോം ചെയ്യുന്നതും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളും. എനിക്കിതിപ്പം ഇതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മറക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പം ഇനി പുതിയ ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്തും അങ്ങനെ തന്നെ പുതിയ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു ബാഡ് മെമ്മറി അല്ലല്ലോ, നല്ല മെമ്മറിയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലും കൂടുതൽ ഇനി എങ്ങനെ ഞാൻ മിസ്സിനെ കുറിച്ച് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടിൽ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. മിസ് ആ ഫ്രെയിമൊക്കെ കൊടുത്ത സമയത്ത് അത് നമ്മളെ വിളിക്കുന്ന സമയത്ത് മോനത് കാണിക്കുന്നൊക്കെ സമയത്തും ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അതെനിക്ക് തിരിച്ചു കിട്ടി.